ആമ്പിള്ളേരെല്ലാം ഒന്ന് മാറിയുന്നേടാ. ആൺകുട്ടി വേണമെന്നാണോ പെൺകുട്ടി വേണമെന്നാണോ ആഗ്രഹം? വയസ്സാകാലത്തെ ചെവി കൂടെ വരെ പല്ലിറങ്ങിയിട്ട് നിങ്ങളെ സൂക്കേട് മാറിയില്ല നിങ്ങളല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയേ, ജസ്റ്റ് അങ്ങോട്ട് നോക്കിയേ, ഞാൻ പറഞ്ഞുതരാം. ഉസ്മാനെ നീ ഒന്ന് നിങ്ങൾ രണ്ടുപേരും ഉസ്മാനും ഇസ്മായിൽ അല്ലേ? ഇത് ഇസ്മായിലാണോ? ഇസ്മായിലും ഉസ്മാനും രണ്ടുപേരും ഒന്ന് പ്രിപ്പയർ ചെയ്തോ. ഞാൻ ഇവരുടെ അടുത്ത് ഒരു സംസാരിച്ചിട്ട് 5 മിനിറ്റിൽ വരാം. 5 മിനിറ്റ് സമയം വേണം. ആമ്പിള്ളേരെല്ലാം ഒന്ന് മാറിയുന്നേടാ. ഡെയ്സി പ്രഗ്നന്റ് ആണോ? അതെ, ഒരാഴ്ച മുന്നേ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ പോസിറ്റീവ് ആയിരുന്നു. അതെ. എന്തൊരു പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? മോബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോബി ഭയങ്കര എക്സൈറ്റഡാ, ഒത്തിരി ഹാപ്പിയാ. ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര നാളായി കറക്റ്റ്? 1 month ആവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തോട്ടെ. 1 month. കലണ്ടർ അല്ലേ ഇവിടുത്തെ ഫോണിൽ? 1 month. അപ്പൊ ഇന്ന് ഏകദേശം 10 മാസം. ഓക്കെ. ആൺകുട്ടി വേണമെന്നാണോ പെൺകുട്ടി വേണമെന്നാണോ ആഗ്രഹം? ഇത് ആക്ച്വലി രണ്ടാമത്തെ കുട്ടി. ആദ്യത്തെ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാ. അപ്പൊ രണ്ടാമത്തെ ആൺകുട്ടിയാവുന്നാണ് ആഗ്രഹമുണ്ട്. ആദ്യത്തെ പെൺകുട്ടി ഓൾറെഡി ഉണ്ടാ? ആ ഉണ്ട്. അതാര്? പറഞ്ഞിട്ടില്ലേ മോബി ഒന്നും? ഇവനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോലും 3 മാസമായതേ ഉള്ളൂ. എന്തായാലും പ്രസവം എടുത്ത് അത് മോബിയുടെ എല്ലല്ലോ. അത് കഴിഞ്ഞിട്ടില്ലേ നിങ്ങള്? എന്റെ കുട്ടിയെല്ലാം മോബിയുടെയാ. പക്ഷെ ആ കുട്ടി ആക്ച്വലി ഇത് ട്രീറ്റ്മെന്റ് വരെ ഉണ്ടായതാ. അതന്നെ ട്രീറ്റ്മെന്റ്. ലൈക്ക് മൊബൈൽ ഞാൻ പരിചയപ്പെടുമ്പോ എനിക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ട്രീറ്റ്മെന്റിലുണ്ടായ കുട്ടിയാ. ഈ ട്രീറ്റ്മെന്റ് മുളപ്പിക്കാൻ പറ്റൂലല്ലോ. സമയമില്ലേ? ഞാൻ EMS ആയിരുന്നു. അത് കൊറേ നാളായി. 1 വർഷം മുന്നേ ഉണ്ടായ കുട്ടിയാ. അത് പെൺകുട്ടിയാണല്ലേ? അതെ. പേരെന്താ? ഐവി. ഇവന് വല്ല HIV ഉണ്ടോ നോക്കിയത്? അതെ. അപ്പൊ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആണോന്നാണ് ആഗ്രഹം? അതെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഓർത്തത് തമാശ പറഞ്ഞായിരിക്കും കേട്ടാ. ഇങ്ങനത്തെ കാര്യമൊക്കെ തമാശ പറയോ? ഇല്ലല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഫാമിലിയില് കേറി ഇങ്ങനെ ചോദിക്കുന്നൊന്നും വിചാരിക്കല്ലേ? അല്ല, ഡെയ്സി ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ. നാളെ ഇതില് ഇറങ്ങി നടക്കുമ്പോ എല്ലാരും ചോദിക്കത്തില്ലേ ഈ കൊച്ചാരാടയാന്നൊക്കെ? അപ്പൊ ഇവര് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ? പക്ഷേ എനിക്ക് മുന്നേ കെല്ലി പ്രഗ്നന്റ് ആയല്ലോ. കെല്ലിയെ ഫസ്റ്റ്, കെല്ലിനെ ജുബ്രീനെ കെട്ടിക്കുന്നതല്ലേ നല്ല ഫസ്റ്റ്. ഇതിപ്പോ രണ്ടുപേരും എന്തായാലും ആയില്ലേ, ഒരുമിച്ച് നടത്തുന്നില്ല നല്ലത്. ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണമെങ്കിലും നടന്നോട്ടെ, അല്ലാതെ എന്ത് പറയാൻ ഇതിനൊക്കെ. എങ്ങനെ തുടങ്ങിയതാ ഞാൻ? നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയേ, ജസ്റ്റ് അങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമ്പോ മറ്റേ പണിക്കൊക്കെ പോയി ജോലിയൊക്കെ എടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞുതരാം, ഒരു പണിക്കും പോവാതെ പെൺപിള്ളേരുടെ പുറകെ നടന്ന് അവിടെ ഫുഡ് അവിടെ റേഷൻ ഇതാ നടക്കിക്കുന്നുണ്ട, ആ കോലം കാണിക്കുന്നുണ്ടാ, അവനാണ് മെയിൻ. 5 പേരുടെ തിന്നും, കണ്ടാലും പറയൂല. കണ്ടാ, ഇപ്പൊ ആ ചാടിയവനാണ് കൂട്ടത്തിൽ ഏറ്റവും ഒരു പെൺപിള്ളേരെ വരക്കാനുള്ള കഴിവ് പോലും അവനില്ല. മനസ്സിലായ? അവനെ കൊണ്ട് ഇപ്പൊ ഈ ഉമ്മ കൊടുക്കുന്നവനില്ലേ, അത് വേറെണ്ണം. ഈ കൈ പൊക്കിയത് വേറെണ്ണം. എന്തോ വലിയ വികാരം ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരെ പോലെയൊക്കെയാണ് നിൽക്കണേ. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ ഡെയ്സി, ഇവരെ നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. മോബിയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ
അത് എന്റെ കുഞ്ഞുങ്ങളായില്ലേ എനിക്ക്. അതെ അതെങ്ങനെയാണ്? മോബി എന്റെ ടി വിയിലുള്ള ചെറുക്കനല്ലേ, അപ്പൊ അവന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടല്ലേ. ആ, ഓ അവനെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ. അതെ ആ, ഉണ്ട്. അപ്പൊ എന്റെ ഈ എക്സ്പെൻസ് എല്ലാം ആര് മാനേജ് ചെയ്യും? അണ്ണാ അത് മോബിനെ പണിക്കിട്ട മനസ്സിലായി. അലീനയാ വിളിക്കുന്നത്, എടുക്കണോ? ആ എടുത്തോ. ഹലോ ഡെയ്സി, നമ്മള് 5 മീറ്റിംഗ് മാറ്റി വെച്ചത് സ്കൂളിൽ നിപ്പോണ്ടേ, ഇവിടെ ആരും കണ്ടില്ല. അണ്ണ എന്ത് പറയണം? ഹലോ, ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട്. ഹലോ ആ അണ്ണ, നമ്മൾ 5 മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് സ്കൂളിൽ നിപ്പോണ്ടേ, വരുമോ? എന്തിന്ന് പി ടി മീറ്റിംഗ് ഉണ്ടായിരുന്നാ? ആ നമ്മുടെ സ്റ്റുഡൻസ് ഇതൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ, പാരന്റ്സ് ഒക്കെ ആയിട്ട്. മാറ്റി വെച്ചു ഇപ്പൊ വരുമോ? വരാം, ഇത് അങ്ങോട്ട് വന്ന് ഇറങ്ങി ഓൾറെഡി വണ്ടിക്കത്താ. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാ നമ്മുടെ കയ്യില് പൈസ ഭയങ്കര കുറവാ. മുട്ടി ഒരു 2.5 കോടി രൂപ. എന്താടാ എക്സ്റ്റാറ്റ്? ജുഗ്രു നിന്റെ കെല്ലി ഛർദിച്ചു, തല കറങ്ങി വീണ് കിടക്കുന്നു. ഇവൾ ഒടുക്കത്തെ വെയിറ്റ്, എന്നെ കൊണ്ട് പൊക്കാൻ പറ്റണില്ല. 1 വാ 50-67. പോയിട്ട് വരാവേ വണ്ടി എടുത്തരണ. എടാ ജുഗ്രു, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നണേ? ഇങ്ങനെ പറ്റുന്നു ശരിയൊരു. ഓ നിന്റെ പെർമിഷൻ ചോദിക്കലേ കേട്ടാത്തോന്നും നീ ഇത് ഗർഭം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചെന്ന്. ഇനിയിപ്പോ അവളെ എടുക്കാൻ പോകുമ്പോ എന്റെ അടുത്ത് എന്തായാലും ചോദിക്കണ. പോയിട്ട് വാ. ഓരോരുത്തന്മാര് കണ്ടാ, ഒരു വാക്ക് പോലും റിപ്ലൈ പറഞ്ഞില്ല. കണ്ടാ, ശ്രദ്ധിച്ചാ? വണ്ടി ഇവന്റെയൊക്കെ സ്വഭാവം, ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ ഇവന്റെയൊക്കെ സ്വഭാവം മാറി. പീടിയുണ്ടാ ഇപ്പൊ നമ്മള് വണ്ടി ഇവിടെ എന്തോ ഇവര് ഗർഭത്തെ പീഡി എടുത്ത് പറയാം, അല്ലെ ഇവിടെ ഒന്നും പറ്റൂലേ. ഇവിടെ നിക്കാനും പറ്റുമെന്ന് പറഞ്ഞു വരും ഇപ്പൊ. സത്യം. പീടിക്ക് ഇപ്പൊ നമ്മളെ കണ്ടായിരുന്നു തരണം എന്നുള്ള മൈൻഡ് സെറ്റ്. ഹലോ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്താ ബ്രോ പ്രശ്നം? ബ്രോ ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു, അപ്പൊ ആന അടഞ്ഞ്, അപ്പൊ പള്ളിപ്പെരുന്നാളിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ബ്രോ ആനയെ കാണിച്ചു. ഞാൻ ലൊക്കേഷൻ പറയാം. അവിടെ എന്നിട്ട് ഒരു ഇതുണ്ട്, 5-ാം കാലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അതാണ് അവരുടെ കോഡ് വാക്ക്. വേഗം തരും. ആന വരും, പാപ്പാൻ വരും, എല്ലാരും വരും. ബ്രോയുടെ പേര് പറഞ്ഞാൽ മതിയാവൂ. മാഡി കിണ്ടി മറക്കട്ടെ. എന്താ ബ്രോ? ജോസൂട്ടി എങ്ങനെ? അല്ലെങ്കിൽ ജോർജ് കുട്ടി, ഏതാണെങ്കിലും പറഞ്ഞാൽ മതി. എന്നോടാണോ? ഇതാരെ കോച്ചാ? ബാക്ക് അണ്ണന്റെ ബാക്കിലവനാ മിണ്ടിയത്. ഞാനാ ഇവനാ ഇതാ ഞാൻ ആണല്ലേ? ഇതാ ഇവൻ. പേരെന്തായിരുന്നു? അതെ ബ്രോ, സ്റ്റീവ് അല്ലേ? സ്റ്റീവ്. അണ്ണന്റെ അടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം. വാ, സംസാരിച്ചു വാ, പറഞ്ഞു. ഹലോ, പേഴ്സണലായിട്ട് സംസാരിക്കണം. ഞാൻ ഉസ്മാനെ കൊണ്ട് ചേർത്തിട്ട് പെട്ടെന്ന് പറയണം, സമയമില്ല, പെട്ടെന്ന്. പിന്നെന്താ പെട്ടെന്ന് പറയാം. അണ്ണ ഒരു ഡിപ്രഷൻ പറയാൻ വന്നതാണ് അണ്ണാ ഞാൻ. പറ. അണ്ണാ ഞാൻ ഇവിടെ ഒറ്റപ്പെടലിന്റെ കഠോരതയിലോട്ട് ഒഴുകി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോ അണ്ണനാണ് ഇവിടെ എല്ലാവരുടെയും ആശ്രിത രക്ഷകനെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ ഡിങ്കെന്ന് വിളിക്കാറ് എല്ലാരും. അതെനിക്കറിയത്തില്ല അണ്ണ. അപ്പൊ അവര് പറഞ്ഞ് അണ്ണന്റെ അടുത്ത് വന്ന് സംസാരിച്ച അണ്ണൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് തരും, ജോലിയോ എന്തെങ്കിലും ഒക്കെ തരുമോ? പൈസ വല്ലതും വേണോ? പൈസയോ ജോലിയോ എന്തെങ്കിലും ഒക്കെ തന്ന് എന്നെ സഹായിക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു പെണ്ണ് പോലും ഇല്ല. അയ്യോ, അതിപ്പോ എനിക്ക് സങ്കടം പറയാനാണെങ്കിൽ എനിക്കും പറയാനുണ്ടല്ലോ. നമ്മൾ ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയാനേ നടക്കുള്ളൂ. ഫോൺ നമ്പർ പറ. ഫോൺ നമ്പർ ഞാൻ ഇത് ചെയ്താ മതിയോ? ഇല്ലല്ല, പറയണം. ഫോൺ നോക്കിട്ട് പറ. മൈ നമ്പർ നോക്കിട്ട് പറഞ്ഞു. നോക്കട്ടെ അണ്ണാ, ഒരു മിനിറ്റ്. 91 91 24 68 68 68 91 91 1.
യൂണിറ്റ് 10 100 1000 10,000 ലാക്ക്. ജോലി ഉണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ സേവ് ചെയ്യണോ അണ്ണാ? വേണ്ട, ജോലിയില്ല. പിന്നെ നമ്പർ പൈസ 10 ലക്ഷം രൂപ താങ്ക് യു അണ്ണാ, താങ്ക് യു. തൽക്കാലമുള്ള ഫുഡും. ഓ ഉറപ്പായിട്ടും പിന്നെ കൊടുക്കോ, നോ പ്രോബ്ലം. കെട്ടിപ്പിടിച്ച് അണ്ണനെ ചെള്ളക്ക് രൂപ കൊടുക്കും, നോ പ്രോബ്ലം. ആ താങ്ക് യു അണ്ണാ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അണ്ണ എൻ്റെ അടുത്ത് തന്നെ വരാൻ വേണ്ടി. അണ്ണാ 10 ലക്ഷം. ഹലോ, അങ്ങനെയൊന്നും വരൂല. ഓക്കെ അണ്ണാ, താങ്ക് യു, താങ്ക് യു. വാസു വാലന്റൈൻസ് ഡേക്ക് ഏതോ ഗിഫ്റ്റ് കൊടുത്താൻ ഡേസിക്ക്. അതെന്താ? ഞാൻ ഡേസിക്ക് കൊടുത്തന്നാ? ഇല്ല മോബി കൊടുത്താം. ആ, അതേ ഗിഫ്റ്റ് ഇവൾക്ക് വേണുമോ? അതെന്ത് ഗിഫ്റ്റാ? അത് കേള്, അവള് കേള്, മോബി കേള്. അതെന്താ ഗിഫ്റ്റാണ്? അണ്ണാ ഇപ്പൊ പറഞ്ഞ സാധനം മറ്റേ കിലോയ്ക്ക് വയ്യ അതാ വിശേഷം കുഞ്ഞിക്കാല് വയസ്സാം കാലത്തെ ചെവി കൂടെ വരെ പല്ലിറങ്ങിയിട്ട് നിങ്ങളുടെ സൂക്കേട് മാറിയില്ല നിങ്ങളല്ലേ? ചില്ലറ അല്ല നിങ്ങക്ക്. ആ, എന്നെ എവിടെയെങ്കിലും ഇതാക്കിയിട്ട് നിങ്ങക്ക് വിലസാനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. ഞാൻ ദർശന നല്ല ഫ്രണ്ട്സ് ആണ്. ഓ, ബിഗ് ഫ്രണ്ട്സ്, അതെ. ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ ദർശനക്ക് എന്തോ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കേട്ടാ നമ്മുടെ ദർശന എനിക്ക് വാസു കൊടുപ്പാറാ ഗിഫ്റ്റ്. എടാ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇത് കണ്ട 2 പേരുടെ കാര്യത്തിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് തീരുമാനം എടുക്കേണ്ടതുണ്ട്, ഡെയ്സിയുടെയും അവിടെ കാര്യത്തില്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലണ്ണ ഇല്ലണ്ണ ഇവരുടെ കല്യാണമൊക്കെ നടത്തണ്ടേ? എന്തൊക്കെ ഒരു മിനിറ്റ്. അണ്ണ ഡിസ്കസ് ചെയ്യാനാണ് ഇതിലും വലിയൊരു കാര്യമുണ്ട്. എന്താ? അടുത്ത ഞായറാഴ്ച പറയാം അണ്ണനോട്. അതെന്താ? അതെ അണ്ണാ, ഒരു കാര്യം ഉണ്ടെന്നാ, ഒരു വലിയൊരു കാര്യമാണ്. അതെ, അണ്ണൻ ഉണ്ടാവണേ അടുത്ത ഞായറാഴ്ച. ഞാൻ അതേ അവിടെ നിൽപ്പുണ്ടല്ലോ. ആ, എന്നാ ഞാനേ ഈ ഉസ്മാനെ അവനെ ഒന്ന് സ്കൂളിൽ ചേർത്തിട്ട് പെട്ടെന്ന് വന്നിട്ട് വിളിക്കാവേ. ഉണ്ടാവൂലേ സിറ്റിയില്? ആ ഞാനുണ്ടോ ഞാൻ ഓക്കെ. എടാ വാടാ, നമുക്ക് അവനെ ഒന്ന് സ്കൂളിൽ ചേർത്തിട്ട് വരാം. ആ, വേണ്ട. എന്നെ കൂടെ കൊണ്ടുപോകും. അതെന്താ ബ്രോ? താങ്ക് യു. ഹലോ, ആ പോം. എന്താ പഠിക്കണേ? ഞാൻ ജനഗണമന പഠിച്ചു, എല്ലാം പഠിച്ചു. ജനനാനൊന്ന് പാടി കേക്കട്ടെ. വലിയ പ്രശ്നമാവും ചിലപ്പോ. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. ശരിയല്ലേ? ഞാൻ പറഞ്ഞു സൂപ്പറല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വീട്ടിൽ ഹലോ. ഗുരു, ഞാനേ ഒരു പയ്യനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒന്ന് പൊക്കോണ്ടിരിക്കുവായിരുന്നു. സ്കൂളിൽ ചേർത്തിട്ട് വിളിച്ചാൽ മതിയോ? ഞാന് സത്യം പറയാതെ ഞാൻ അതിന്റെ പരിസരത്തുണ്ടേ. അപ്പൊ വെറുതെ 2 സ്ത്രീകള് ചോദിച്ചു. ഓ, ഞാൻ പരിദാസിനെ കണ്ടു. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവിടെ കാണാം. അങ്ങോട്ട് വാ. ശരി ഉടനെ നീ ജനങ്ങളെ പാടണം എന്റെ കൂടെ. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത് ഒന്നും വേണ്ട. വാ വണ്ടി വാ. ബ്രോ, ഹലോ പച്ച ബ്രോ. ഞാൻ സ്കാർഫ് ഇടുന്നു. എനിക്ക് അഡ്മിഷൻ തരില്ലാന്ന് പറഞ്ഞോ. എടാ, നിനക്ക് അഡ്മിഷൻ തരാത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. ആ സ്കൂള് കത്തിക്കുമല്ലോ. നീ ആവേശത്തിന് ഞാൻ പറഞ്ഞ അങ്ങനൊന്നും കരുതണ്ട, കൂടെ കൈ കരുതണ്ട. നമുക്ക് എല്ലാത്തിനും ഇതുണ്ടാക്കാം. എടാ, എന്റെ നിഴലിന് ഇതില്ലടാ. സ്കൂളിൽ കയറ്റിയിട്ട് തല്ലാൻ വേണ്ടി കത്തിയോ കടാരയിലോ എടാ ലക്സ, എന്റെ നിഴലിന് എന്റെ ശരീരം ഇല്ല. അതെന്താ? അണ്ണന്റെ ആത്മാവ് ആരുടെ കൂടെയാണ്? അണ്ണന്റെ ആത്മാവ് ദർശനയുടെ കൂടെ അല്ലേ അണ്ണ? അതാണ് ഇല്ലാത്ത. ഹൃദയം അണ്ണൻ മാത്രല്ലേ നമ്മളോടുള്ളൂ, ബാക്കിയെല്ലാം ദർശനയുടെ കൂടെ അല്ലേ? അതാ അങ്ങനെ. വണ്ടി ആരോ എടുത്തോണ്ടോ? നമ്മുടെ വണ്ടി എവിടെ? വണ്ടി എന്നാ മുതുകിന്ന് വണ്ടി എടുക്കാം. അവിടെ കൊണ്ടുപോയി ആരോ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ.
ദർശനോട് കൊണ്ടുപോയില്ല. ദർശനം ഇപ്പൊ കൊണ്ടുപോയി ശരിയല്ല. ദർശനം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എലിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും കിടുങ്ങാൻ മണിയാ. ആ ഏതായാലും നല്ല വണ്ടി ഇപ്പൊ. അയ്യോ എടാ അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഷോ ഇറക്കാൻ ഉണ്ടെന്ന്. നീയൊക്കെ എന്തൊരു വിഷോടെ. കിടിലം വണ്ടി എടുക്കുക. എക്സിന്റെ അടുത്തിട്ടല്ലേ പോണേ, ഷോപ്പ് ചെയ്യുന്നു. ഡിഫൻഡറി പോകണം. എടാ എടാ ഒരു വണ്ടി എടുക്കുക. ഒരു വണ്ടി എടുക്കോ. എടാ സ്കൂളിൽ ചേർക്കാവുന്നവരെ ഒരുത്തിനെ അവിടെ കയറ്റിനകത്ത് ഒരാളെ ഞാൻ നിന്റെ ഞാൻ വണ്ടിന്റെ ഉള്ളിലെത്തി. ആ കേറിയോ എല്ലാരും കേറില്ലേ? ഹലോ ലക്ഷം കേറില്ലേ? ഞാൻ റിപ്പയർ ചെയ്യട്ടെ വണ്ടി ഒന്ന്. അമ്മറല്ലാതെ പറയാ ലെഫ്റ്റിലാണ്. എത്രാം ക്ലാസ്സിലെ ചേരന്റെ ദിവസം എന്താടാ കേട്ടില്ല. എത്രാം ക്ലാസ്സിലെ ചേരണ്ടാ? അത് അവിടെ ചെന്നിട്ട് നിന്റെ IQ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ പെങ്കൊച്ചുകളുള്ള ക്ലാസ്സിൽ കയറി. ഞാൻ ഐഡിയ പറയാം. ഏറ്റവും കൂടുതൽ പെങ്കൊച്ചുങ്ങളുള്ള ക്ലാസ്സിൽ കയറി. അപ്പൊ നിനക്കൊരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയില്ലേ? അല്ലെങ്കിൽ ടീച്ചർ ആയാലോ? ടീച്ചറാണെങ്കിൽ ടീച്ചറും മതി. ഏറ്റവും നല്ല ടീച്ചറായിട്ട് നിനക്ക് തോന്നുന്ന ആളെ ക്ലാസ്സിൽ കയറി. എന്തെങ്കിലും ചോദിച്ചാൽ പൊട്ടനെ പോലെ ഇരിക്കാതാവുമ്പോ അത് മതി. ഡെഡ് ബോഡി ആയിട്ട് പോവാട്ടോ ഞാനിന്ന്. ഇതൊക്കെ അണ്ണ കണ്ടുകൂടാ. എന്താടാ ധാരാടാ അറിയാൻ ഡേസി കേട്ടോ. ഡേസിയാണ് വള്ളി പിടിക്കാനുള്ള ഒരു മൂഡ് വന്നു. ജുഗ്രു ആണോ റോഡിൽ നിന്ന് കൊല്ലണേ? ഗ്യാങ് ഇനാഗുറേഷൻ ഒന്നും ഇല്ല. ഇനാഗുറേഷനൊക്കെ അവര് ചെയ്ത് ഒന്നുകൂടെ റിപ്പയർ ചെയ്യാം. വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചു. ശരിക്കും നമ്മള് ഡൊണേഷൻ ചെയ്യാണെങ്കില് അവിടെ ആരും വന്ന് പഠിക്കാനുള്ള. എന്താടാ കേട്ടില്ല. ശരിക്കും നമ്മള് വന്ന അവർക്ക് സഹായം ചെയ്യണം. അവിടെ ആരും വന്ന് പഠിക്കാനുള്ള. ഇപ്പൊ നമ്മള് 2 പിള്ളേരെ കൊടുക്കല്ലേ, അത് സഹായല്ലേ? പിന്നല്ലാതെ അണ്ണ എനിക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്നെ ചേർക്കും അണ്ണ. ഈ പ്രായത്തിലൊക്കെ എന്ത് പഠിക്കാനാടാ നീ ഇനി? അല്ല എനിക്കും ആഗ്രഹമുണ്ട് അണ്ണ പഠിക്കാൻ. എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ ചിങ്ങത്തിൽ 21. 21 കളവനായിക്കണേ. 21 കളവനോ? അപ്പൊ അണ്ണൻ എന്താ മുതുക്കനോ? അണ്ണനെ പറയല്ലേ നിങ്ങള് അണ്ണ വേറെ വാറായ കൊരകം പുണ്ടാളെല്ലാം എടുത്തിട്ട് ഞാൻ അറയി വരുന്നത് ഞാൻ. അണ്ണ അണ്ണ ഒന്നുകൂടെ ഇടിക്കണ. ഞാൻ ഇടിക്കാം. അണ്ണ ഇടിക്കണ. ഇത്തവണത്തേക്ക് വിടാ അണ്ണ. ഇനി അവർ ഇടിച്ച അത്രേ ഉള്ളൂ. ഹെൽത്ത് ആൻഡ് ആർമർ നോക്കണേ. എന്തൊക്കെ മെസ്സേജ് ആയി. നെഞ്ചിലൊരു കത്തലുണ്ട്.